മലങ്കര കത്തോലിക്ക സഭയുടെ ബത്തേരി രൂപതയുടെ സാമൂഹ്യക്ഷേമ പ്രസ്ഥാനമാണ് ശ്രേയസ്. ആ ശ്രേയസിൻ്റെ കോഴിക്കോട് മേഖലയിലെ 9 യൂണിറ്റുകളിൽ ഏറ്റവും മികവാർന്ന പ്രവർത്തനം കാഴ്ചവെക്കുന്ന യൂണിറ്റാണ് പുലിക്കയം. പുലിക്കയം യൂണിറ്റിൻ്റെ വാർഷിക റിപ്പോർട്ടിലേക്ക് സ്നേഹാർദ്രപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഒരു കുടുംബത്തിൻ്റെ വികസനം, ഒരു വ്യക്തിയുടെ വികസനം, ഒരു സമൂഹത്തിൻ്റെ വികസനം കണ്ടുകൊണ്ട് 3000-ൽ പരം കുടുംബങ്ങൾക്ക് ഇതിൻ്റെ ശുശ്രൂഷ നൽകുന്നു. ശ്രേയസിൽ ഉൾച്ചേരുന്നവർക്ക് ഇതൊരു ലഹരിയാണ്. ശ്രേയസ് അവരുടെ ജീവിതമാണ്. അവരുടെ വാക്കുകളിലും അവരുടെ പ്രവർത്തനം ശ്രേയസ് എന്നും മുന്നിൽ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ പുലിക്കയം നിവാസികൾ ശ്രേയസിനെ നെഞ്ചിലേറ്റുന്നു. എല്ലാ പുലിക്കയം നിവാസികൾക്കും ശ്രേയസിൽ നിന്ന് ആശംസകളും പ്രാർത്ഥനകളും സ്നേഹാർദ്രപൂർവ്വം. ബത്തേരി രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ ശ്രേയസ് 4 പതിറ്റാണ്ട് കാലമായി വ്യക്തിയുടെ, കുടുംബത്തിന്റെ, സമൂഹത്തിന്റെ സമഗ്ര വികസനത്തിന്റെ പാതയിൽ കാലുറപ്പിക്കുമ്പോൾ 2024-25 വർഷത്തെ കോഴിക്കോട് മേഖല പുലിക്കയം യൂണിറ്റിന്റെ പ്രവർത്തന റിപ്പോർട്ട് സവിനയം സമർപ്പിക്കുന്നു. വയനാട്ടിലെ മലയോര ജനതയുടെയും ആദിവാസി വിഭാഗത്തിന്റെയും നിലനിൽപ്പിനും വികസനത്തിനും വേണ്ടി അവനവന്റെ വിശപ്പിനെ കുറിച്ച് മാത്രം ചിന്തിക്കാതെ അപരന്റെ വിശപ്പിനു കൂടി ചിന്തിക്കുവാൻ, അവശരുടെയും ആലംബഹീനരുടെയും അത്താണിയായി അഭ്യസ്ത വിദ്യർക്ക് തൊഴിലും ആശ്രയമറ്റവർക്ക് ആലംബവുമാകുന്നതിനു വേണ്ടി 1979 ബത്തേരി രൂപതയുടെ പ്രഥമ മെത്രാപ്പൊലീത്തയായിരുന്ന സിറിൽ മാർ ബസേലിയോസ് പിതാവിന്റെ മനസ്സിൽ രൂപം കൊണ്ട സാമൂഹ്യ സേവന സാക്ഷാത്കാരമാണ് ശ്രേയസ്. ശ്രേയസ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ അനസ്യൂതം യാത്ര തുടരുന്ന ഈ അവസരത്തിൽ പുണ്യപിതാവിന്റെ പാദാന്തികത്തിൽ പ്രണാമം. വന്യപിതാവിന്റെ സാമൂഹ്യ വികസന ചിന്തകളെയും ക്ഷേമ പ്രവർത്തനങ്ങളെയും ആത്മീയ ശുശ്രൂഷയാക്കി മാറ്റിയ രൂപതയുടെ ദ്വിതീയ മെത്രാപ്പൊലീത്തയായിരുന്ന ഗീവർഗീസ് മാർ ദിവന്നാസ്യോസ് പിതാവിന് സ്നേഹാദരം. ദൈവനിയോഗത്തിന്റെ മേൽപ്പെട്ട വഴികളിലൂടെ അനസ്യൂതം സഞ്ചരിക്കുന്ന രൂപതയുടെ തൃതീയ മെത്രാപ്പൊലീത്തയായിരിക്കുന്ന അഭിവന്യ ഡോക്ടർ ജോസഫ് മാർ തോമസ് പിതാവ് സമൂഹ നന്മയും ജനക്ഷേമകരമായ വികസന പദ്ധതികളും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി 4 പതിറ്റാണ്ടുകളിലായി ശ്രേയസ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ കോഴിക്കോട് മേഖലയിൽ നടത്തിവരുന്നു. കോഴിക്കോട് മേഖലയെ കൈപിടിച്ചു നടത്തുന്ന അഭിവന്യ പിതാവിന്റെ അനുഗ്രഹാശിസുകൾക്ക് മുൻപിൽ നമുക്ക് ശിരസ് നമിക്കാം. സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളെ ആഴത്തിൽ സാംശീകരിച്ച് വയനാടിന്റെ പച്ചപ്പും പ്രകൃതി സൗന്ദര്യവും തിരിച്ചറിഞ്ഞ് സാമൂഹിക കൂട്ടായ്മകളുടെയും കരുണയുടെയും ചൈതന്യം ചോർന്നു പോകാതെ കാലത്തെ അതിജീവിച്ച് രൂപത ശ്രേയസ് പ്രവർത്തനങ്ങളുടെ നേതൃത്വവും ചാലക ശക്തിയുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട രൂപത എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡേവിഡ് ആലുങ്കിലച്ചന് നന്ദിയുടെ നറുമലരുകൾ. ഗ്രാമീണതയുടെ നൈർമല്യവും നിഷ്കളങ്കതയും കളിയാടുന്ന കോഴിക്കോടിന്റെ ഗ്രാമാന്തരങ്ങളിൽ രൂപപ്പെട്ട 9 ശ്രേയസ് യൂണിറ്റുകൾ. ഇവയുടെ അമരത്തിരുന്നുകൊണ്ട് സാമൂഹ്യ സേവന വിഭാഗത്തിന് ശക്തിയേറിയ നേതൃത്വമായി മഹനീയമായ വ്യക്തിത്വവും ജീവിത വീക്ഷണവും സമ്പൂർണ്ണ സമർപ്പണവും നിശ്ചയദാർഢ്യവുമുള്ള കോഴിക്കോട് മേഖലയുടെയും പുലിക്കയം യൂണിറ്റിന്റെയും കർമ്മനിരതനും ധീരനുമായ ഡയറക്ടർ ബഹുമാനപ്പെട്ട തോമസ് മണ്ണിത്തോട്ടത്തിലച്ചന് സ്നേഹോജ്വലമായ നന്ദി. മേഖലയിലെ 9 യൂണിറ്റുകളെയും ഏകോപിപ്പിച്ച് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളെ സംഘടിതമായി ആസൂത്രണം ചെയ്യുന്നതിനും ആവശ്യമായ പ്രോത്സാഹനവും പിന്തുണയും നൽകി യൂണിറ്റുകളെ ഊർജിതമായി ചലിപ്പിക്കുന്ന മേഖലാ കോർഡിനേറ്റർ ശ്രീമതി ലിസി റെജിക്ക് ഊഷ്മളമായ നന്ദി. ശ്രേയസ് കോഴിക്കോട് മേഖലയുടെ ശക്തമായ ഒരു യൂണിറ്റാണ് പുലിക്കയം യൂണിറ്റ്. പുലിക്കയം യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചുകൊണ്ട് മേഖലാ ഡയറക്ടറോടും യൂണിറ്റ് ഡയറക്ടറോടൊപ്പം ഈ യൂണിറ്റിന്റെ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. യൂണിറ്റിനെ കേന്ദ്രീകരിച്ചുള്ള ഇവാലുവേഷൻ, സംഘതല പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ഈ യൂണിറ്റിനെ ശാക്തീകരിക്കുകയാണ് മേഖലാ കോർഡിനേറ്റർ എന്ന നിലയിൽ എൻ്റെ ദൗത്യം. അതിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന നല്ല യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളും ശ്രേയസ് കുടുംബാംഗങ്ങളും നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമ്പോൾ ശ്രേയസിന്റെ പുലിക്കയം യൂണിറ്റിന്റെ വികസനം ഏറ്റവും സാധ്യമായി വരുന്നു. അവരുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇന്നുവരെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. പുലിക്കയം യൂണിറ്റിന് എല്ലാവിധ വിജയാശംസകളും. പുലിക്കയം യൂണിറ്റിന്റെ ജീവനാഡിയായി ശ്രേയസ് പ്രവർത്തനങ്ങളുടെ ആദർശ ലക്ഷ്യങ്ങൾക്ക് പ്രായോഗികമായ ഉണർവും ഉന്മേഷവും നൽകി യൂണിറ്റിന്റെ സാമൂഹ്യ ചിന്താധാരയെ പ്രവർത്തനത്തിന്റെ പന്താവിലെത്തിച്ച് അയൽക്കൂട്ടങ്ങളുടെ രൂപീകരണത്തിലും ഉദ്ധാരണത്തിലും പ്രവർത്തനങ്ങളിലും കർമ്മനിരതയായി പരിലസിക്കുന്ന യൂണിറ്റ് സിഒ ശ്രീമതി ലിജി സുരേന്ദ്രന്റെയും യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ ജോസ് ഇടയത്തുപാറയുടെയും
സെക്രട്ടറി ശ്രീമതി ഷിൽബി രാജുവിന്റെയും നേതൃത്വത്തിലുള്ള 10 അംഗ കമ്മിറ്റിയുടെയും പങ്കാളിത്ത സമീപനങ്ങൾ യൂണിറ്റ് പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടാണ്. 2024-25 വർഷത്തെ ശ്രേയസിന്റെ യാത്രയിൽ കാലോചിതവും നൂതനവുമായ മുന്നേറ്റങ്ങളുടെ പൂർണ്ണതയും സാക്ഷ്യവുമായി പുതിയൊരു യൂണിറ്റായ കൂടരഞ്ഞി യൂണിറ്റിന് ജന്മം നൽകാൻ സാധിച്ചു എന്നത് ചാരിതാർത്ഥ്യത്തോടെ ഓർമ്മിപ്പിക്കുന്നു. താമരശ്ശേരി താലൂക്കിൽ കോടഞ്ചേരി പഞ്ചായത്തിലെ ശാന്തസുന്ദരമായ ഗ്രാമം പുലിക്കയം മലയോര ഹൈവേയും അന്താരാഷ്ട്ര കയാക്കിംഗ് മത്സരങ്ങളുടെ ആഴമുള്ള കഥ പറയുന്ന ചാലിപ്പുഴയും കഠിന ദുരിതങ്ങളിൽ നിന്നും ശനിദോഷങ്ങളിൽ നിന്നും വിടുതൽ നൽകുന്ന ശ്രീ അയ്യപ്പ ക്ഷേത്രവും പുലിക്കയം ഗ്രാമത്തിന്റെ പ്രത്യേകതയെ വിളിച്ചോതുന്നു. ഈ ഗ്രാമത്തിന്റെ തിലകക്കുറിയായി നിലകൊള്ളുന്ന സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചു വരുന്ന പുലിക്കയം യൂണിറ്റ് ഓഫീസ് വർഷങ്ങളായി സേവന സ്വപ്നങ്ങളുടെ സാക്ഷ്യമായി നിലകൊള്ളുന്നു. അയൽക്കൂട്ട സംവിധാനങ്ങൾ ശ്രേയസ് സാമൂഹ്യ സേവന വിഭാഗത്തിന്റെ സേവന മണ്ഡലങ്ങൾ ഉപയുക്തമാക്കുന്നതും ചലനാത്മകമാക്കുന്നതും യൂണിറ്റിലെ അയൽക്കൂട്ട സംവിധാനങ്ങളാണ്. വിദ്യാർത്ഥികൾക്കായി രൂപീകരിക്കപ്പെട്ട 8 ബാലജ്യോതി അയൽക്കൂട്ടങ്ങളും ഏകസ്ഥരായ അമ്മമാരുടെ അയൽക്കൂട്ടവും ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അമ്മമാർക്കായി രൂപീകരിച്ച അയൽക്കൂട്ടവും പുരുഷ സംഘങ്ങളും ചേർന്ന് 50 അയൽക്കൂട്ടങ്ങളാണ് യൂണിറ്റിൽ പ്രവർത്തനക്ഷമമായിരിക്കുന്നത്. 10 മുതൽ 30 പേർ വരെ അടങ്ങുന്നതാണ് ഓരോ അയൽക്കൂട്ടവും. ഇതിൽ 14 അയൽക്കൂട്ടങ്ങൾ ഈ വർഷം രൂപീകരിക്കാൻ സാധിച്ചു എന്നത് യൂണിറ്റ് നേതൃത്വ വ്യക്തിത്വങ്ങളുടെ കർമ്മമാർഗത്തിലെ ചടുലതയെ തുറന്നു കാണിക്കുന്നു. പുലിക്കയം യൂണിറ്റിൽ പ്രവർത്തിക്കുന്ന അയൽക്കൂട്ടങ്ങൾ: തണൽ, വിസ്മയ, പ്രിയ, മരിയ, പുലരി, സ്നേഹ, പ്രാർത്ഥന, നക്ഷത്ര, സുഹൃതം, എവർഗ്രീൻ, തൂലിക, ജ്യോതി, യുവ, പുതുമ, തീർത്ഥം, കൈരളി, തേജസ്, വിസ്മയ 2, സത്കല, ഐശ്വര്യ, ഫ്ലവറിൻ, പുനർജനി, ആശ്രയ, ജാസ്മിൻ, ഫിനിക്സ്, ഒയാസിസ്, രാഗം, സ്നേഹഗിരി, മിത്രം, നവജീവൻ, നിശാഗന്ധി, ന്യൂ ചൈതന്യ, കാരുണ്യ, നന്മ, അനശ്വര, പ്രിയ, സൗപർണിക, അനുഗ്രഹ, ജയ് കിസാൻ, സ്പന്ദനം, അക്ഷയ. യൂണിറ്റിൽ പ്രവർത്തിക്കുന്ന ബാലജ്യോതി ഗ്രൂപ്പുകൾ: ആർദ്രം, ലിറ്റിൽ ഫ്ലവർ, കനിവ്, നവജ്യോതി, പൂമൊട്ട്, സബര്യ, സ്മൃതി, ബട്ടർഫ്ലൈ. വിദേശ രാജ്യങ്ങളിലുള്ള വ്യക്തികൾ പോലും പുലിക്കയം യൂണിറ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. UK-യിൽ നിന്നും അനുഷ മരിയായിസ്. ശ്രേയസിൽ അംഗമായിരിക്കുന്നതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. അതുപോലെ തന്നെ ശ്രേയസിന്റെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ശ്രേയസിൽ പ്രവർത്തിക്കുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഹായ്, ഹലോ, നമസ്കാരം. എൻ്റെ പേര് ജോബ്സൺ. ഞാൻ തൂലിക സ്വസഹായ സംഘത്തിൻ്റെ ഒരു അംഗമാണ്. കഴിഞ്ഞ കുറച്ച് വർഷകാലമായിട്ട് തൂലിക സ്വസഹായ സംഘത്തിൽ, പുലിക്കയം ശ്രേയസിൻ്റെ കീഴിലുള്ള തൂലിക സ്വസഹായ സംഘത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ ഖത്തറിലാണ്. ഞങ്ങളെപ്പോലുള്ള ഒരുപാട് പ്രവാസികളുള്ള ഒരു സംഘടനയാണ് നമ്മുടെ തൂലിക സ്വസഹായ സംഘം. ഒരു ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഞങ്ങളുടെ സംഘത്തിലെ ഒരംഗമാകാൻ എനിക്ക് സാധിച്ചതിൽ വളരെയധികം ഞാൻ സന്തോഷവാനാണ്. എന്നെപ്പോലെ ഏകദേശം ഞങ്ങളുടെ 20 അംഗങ്ങളിൽ കൂടുതൽ അംഗങ്ങളും വിദേശത്തും കേരളത്തിന്റെ പുറത്തുമുള്ള ആളുകളാണ്. കൂടുതലായിട്ട് ഞങ്ങൾക്ക് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് പങ്കെടുക്കാനും, ഓൺലൈനായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ ഏത് വിധേനയും നാട്ടിലുള്ളപ്പോഴാണെങ്കിലും പങ്കെടുക്കാനും, ഒരു കുടുംബം എന്ന പോലെ ഞങ്ങൾ മുന്നോട്ട് പോകാനും, കൂടുതൽ സൗഹൃദങ്ങൾ സ്ഥാപിക്കുവാനും, കൂടുതൽ പ്രവർത്തനങ്ങൾ അതിന്റെ ഭാഗമായിട്ട് നടത്തുവാനൊക്കെ ഞങ്ങൾക്ക് ഈ ഒരു സംഘം കൊണ്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതിന് എല്ലാവിധ ആശംസകളും നേരേണ്ടത് തൂലിക സ്വസഹായ സംഘത്തിന്റെ പേരിൽ ഞങ്ങൾ പുലിക്കയം ശ്രേയസിന് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു തരുന്ന, അതായത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആ പുലിക്കയം ശ്രേയസിന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും അവരുടെ ഈ വർഷത്തോടനുബന്ധിച്ച് നൽകുന്നു. നമ്മുടെ രാജ്യത്തിന്റെ തനിമയും പൈതൃകവും കാത്തു സൂക്ഷിക്കുന്നതിനായി ഓരോ ദിനത്തിന്റെയും മൂല്യവും അന്തസത്തയും സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി യൂണിറ്റിലെ നവജീവൻ, ഒയാസിസ്, കൈരളി, അനുഗ്രഹ, സ്നേഹഗിരി, തീർത്ഥം, തൂലിക, വിസ്മയ,
വിജയ, ജ്യോതി, ഫിനിക്സ്, സ്നേഹഗിരി തുടങ്ങിയ സംഘങ്ങൾ നേഴ്സസ് ഡേ, പരിസ്ഥിതി ദിനം, വായനാ ദിനം, സ്വാതന്ത്ര്യ ദിനം, ഗാന്ധി ജയന്തി, ശിശുദിനം, റിപ്പബ്ലിക് ദിനം, വനിതാ ദിനം മുതലായ ദിനാചരണങ്ങൾ വിവിധങ്ങളായ രീതിയിൽ നടത്തിവരുന്നു. ഓണാഘോഷത്തോടനുബന്ധിച്ച് പൂക്കളമിട്ട് സദ്യയൊരുക്കി സന്തോഷം പങ്കുവെക്കുന്നതിനും ക്രിസ്മസ് കേക്ക് മുറിച്ച് മധുരം പങ്കുവെച്ച് ഉണ്ണിയേശുവിനെ വരവേൽക്കുന്നതിനും ഓരോ സംഘവും മുൻപന്തിയിലാണ്. പുലിക്കേം യൂണിറ്റിലെ ഏറ്റവും ശക്തമായ സംഘമാണ് വിജയ സംഘം. 28 പുരുഷന്മാരുടെ സംഘമാണിത്. വിവിധ സംഘങ്ങളുടെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളുടെ നേർക്കാഴ്ചയിലേക്ക് നമ്മെ ക്ഷണിക്കുന്നു ഷൈജു സാർ. ഡോക്ടർ ഷിജു എലിയാസ്, ശ്രേയസ് പുലിക്കേം യൂണിറ്റിലെ വിജയ ശാസ്ത്ര സംഘത്തിലെ ഒരു അംഗമാണ്. വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടെയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ശ്രേയസിന്റെ കീഴിൽ കോഴിക്കോട് മേഖലയിലെ പുലിക്കേം യൂണിറ്റിൽ വ്യത്യസ്തമായ സംഘങ്ങൾ സ്വയം പര്യാപ്തിയിലേക്ക് നടന്നെടുത്തതിൻ്റെ ഒരു വാർഷിക ആഘോഷത്തിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഉള്ളത്. അതായത് ആശ്രിത രീതിയിൽ നിന്ന് മാറിയിട്ട്, എന്തെങ്കിലും കിട്ടുന്ന ബെനിഫിറ്റ് മേടിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് സ്വയം കാലിൽ നിൽക്കാൻ ഒരു പറ്റം സംഘങ്ങളെ പ്രാപ്തമാക്കിയതിൻ്റെ ഒരു ഓർമ്മയാണ് ഈ വാർഷികാഘോഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പുലിക്കേം യൂണിറ്റിന് കീഴിലുള്ള സ്ത്രീകളുടെയും പുരുഷന്മാരുടെയുമായിട്ടുള്ള വ്യത്യസ്തമായ സംഘങ്ങൾ, ആ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ അത് നാടിന്റെ നന്മയ്ക്കനുസരിച്ച്, നാടിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് നടന്നതുകൊണ്ടാണ് ഇന്ന് ഇത്ര മനോഹരമായി ഈ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്നത്. ആൾക്കാരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് കണ്ടറിയാനും അവിടെ ഒരുമിച്ച് നിൽക്കാനും ഒരു പറ്റം ആളുകളെ ഒരുമിച്ച് കൂട്ടി എന്നുള്ളതാണ്. സ്വയം സഹായ സംഘങ്ങളായി രൂപപ്പെട്ടാൽ അത് ചെറിയ ചെറിയ നിക്ഷേപങ്ങളിലൂടെ, പിന്നീട് അത് ലോണുകളായി, ഇതിനൊക്കെ അപ്പുറത്തേക്ക് പുലിക്കേം യൂണിറ്റ് നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന എന്ന് പറയുന്നത് ഈ പ്രദേശം മുഴുവൻ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു പറ്റം ആളുകളെ രൂപപ്പെടുത്തി എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് ഈ ദിവസങ്ങൾ ഓർമ്മിക്കേണ്ടതും അനുസ്മരിക്കേണ്ടതും. സമൂഹത്തിന്റെ പൊതു നന്മ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ശ്രേയസ് പ്രവർത്തനങ്ങളെ അവലോകനം ചെയ്യുന്നു പഴശ്ശിരാജ കോളേജ് അധ്യാപികയും തീർത്ഥം സംഘാംഗവുമായ ലിൻസി ടീച്ചർ. ശ്രേയസ് സ്വാശ്രയ സംഘങ്ങളിൽ പങ്കുചേരുന്നത് വഴി ഒരു വ്യക്തിക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ലഭിക്കുകയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാനായിട്ട് ഒട്ടനവധി കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം സാമ്പത്തിക സ്വയം പര്യാപ്തത നേടാനായിട്ട് സ്ത്രീകൾക്ക് സഹായകരമാകുന്നു എന്നുള്ളതാണ്. അവരുടെ വ്യക്തിപരമോ കുടുംബപരമായ കാര്യങ്ങളിൽ സാമൂഹിക ചുറ്റുപാടിൽ അവർക്ക് വരുമാനം കണ്ടെത്താനായിട്ട് ശ്രേയസ് കാരണമാകുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. പൊതു സംവിധാനങ്ങളിൽ ഇടപെടാനുള്ള അവസരങ്ങൾ ശ്രേയസ് നൽകുന്നു. ശ്രേയസിൽ പങ്കാളിയാവുന്നത് ഒരു വ്യക്തിക്ക് മാത്രമല്ല, സമൂഹത്തിനും ഗുണം നൽകുന്ന വലിയൊരു അനുഭവമാണ്. പുലിക്കേം യൂണിറ്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നത് യൂണിറ്റ് കമ്മിറ്റിയാണല്ലോ. യൂണിറ്റ് കമ്മിറ്റി എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? പുലിക്കേം യൂണിറ്റ് കമ്മിറ്റിയിൽ 13 അംഗങ്ങളാണുള്ളത്. യൂണിറ്റ് ഡയറക്ടർ, മേഖലാ കോർഡിനേറ്റർ, യൂണിറ്റ് പ്രസിഡന്റ്, സെക്രട്ടറി, സിഇഒ, മറ്റ് കമ്മിറ്റി അംഗങ്ങളാണ് യൂണിറ്റിൽ പ്രവർത്തിക്കുന്നത്. എല്ലാ മാസവും 4-ാം തീയതി യൂണിറ്റ് കമ്മിറ്റി കൂടി എല്ലാ സംഘങ്ങളുടെയും വിലയിരുത്തലുകൾ നടപ്പാക്കി ഓരോ മാസത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി അത് നടപ്പിലാക്കുന്നതാണ് യൂണിറ്റ് കമ്മിറ്റിയുടെ ദൗത്യം. സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം സാമ്പത്തിക സഹായമാണ്. ഏത് രീതിയിലാണ് ഇങ്ങനെ സാമ്പത്തിക സഹായം നൽകുന്നതിന് ഫണ്ട് സമാഹരിക്കുന്നത്? ഇതെങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്? ഫണ്ട് സമാഹരണം സ്വാശ്രയ സംഘതലങ്ങളിലാണ് നടത്തിവരുന്നത്. ഓരോ 100 രൂപയിൽ കുറയാത്ത തുക സ്വാശ്രയ സംഘത്തിലെ അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് സമാഹരിക്കുന്നു. ഇങ്ങനെ സമാഹരിക്കുന്ന തുകയുടെ 90% അതേ സംഘത്തിലെ സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് വായ്പയായി നൽകി വരുന്നു. 10% യൂണിറ്റിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. കൂടാതെ അംഗങ്ങളുടെ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി SN നിക്ഷേപവും നടത്തിവരുന്നു. ഇങ്ങനെ സമാഹരിക്കുന്ന തുക ലളിതമായ നടപടിക്രമങ്ങളിലൂടെ യൂണിറ്റിൽ വായ്പയായി നൽകി വരും. പുലിക്കേം യൂണിറ്റ് വിവിധ സ്വാശ്രയ സംഘങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. ഇതിന്റെ കൃത്യതയും സൂക്ഷ്മതയും നിലനിർത്തി കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? എല്ലാ മാസവും 24-ാം തീയതിയാണ് അയൽക്കൂട്ടങ്ങളുടെ ഇവാലുവേഷൻ യൂണിറ്റ് തലത്തിൽ വെച്ച് നടത്തുന്നത്. അയൽക്കൂട്ടങ്ങളുടെ പ്രതിനിധികൾ യൂണിറ്റിൽ കടന്നു വരികയും മേഖലാ പ്രതിനിധികളുടെയും യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളുടെയും നേതൃത്വത്തിൽ അയൽക്കൂട്ടങ്ങൾ പരസ്പരം തങ്ങളുടെ പ്രവർത്തനങ്ങളും റിപ്പോർട്ടുകളും അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാ മാസവും 7-ാം തീയതി മുൻകൂട്ടി തീരുമാനിച്ചതനുസരിച്ച്
മേഖലാ തലത്തിൽ വെച്ച് യൂണിറ്റുകളുടെ ഇവാലുവേഷനും നടത്തുന്നു. ഇതിനകത്ത് ഒരു മാസം യൂണിറ്റ് തലത്തിൽ നടത്തിയിട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും കണക്കുകളും റിപ്പോർട്ടുകളും എല്ലാം മേഖലാ തലത്തിൽ വിലയിരുത്തലിന് വിധേയമാക്കുകയും ചെയ്യുന്നു. ആയിരങ്ങൾക്ക് അഭയമായിക്കൊണ്ടിരിക്കുന്ന ശ്രേയസ് എന്ന മഹാപ്രസ്ഥാനത്തെക്കുറിച്ച് കുട്ടികളായ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ എന്തെല്ലാമാണ്? ശ്രേയസിന്റെ ദർശനങ്ങളും മൂല്യങ്ങളും തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നവയാണ്. ഈ വർഷം 8 ബാലജ്യോതി ഗ്രൂപ്പുകളാണ് യൂണിറ്റിൽ പ്രവർത്തിക്കുന്നത്. യൂണിറ്റ് രക്ഷാധികാരികളുടെ നേതൃത്വത്തിലാണ് ബാലജ്യോതി ഗ്രൂപ്പുകൾ പ്രവർത്തനക്ഷമമാകുന്നത്. ലഘുസമ്പാദ്യം, പഠനയാത്രകൾ, ദിനാഘോഷങ്ങൾ, കലാകായിക മത്സരങ്ങൾ, അവധിക്കാല ക്യാമ്പുകൾ, നേതൃത്വ പരിശീലനം, ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവയെല്ലാം ബാലജ്യോതി ഗ്രൂപ്പുകളെ കർമ്മനിരതമാക്കുന്നു. കൂടാതെ യൂണിറ്റ് മേഖലാ തലത്തിൽ നടത്തിവരുന്ന ശ്രേയസ് എഡ്യൂക്കേഷണൽ സപ്പോർട്ടിംഗ് സ്കീം അഥവാ സെസ് എന്ന പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്കായി 10,000 രൂപ മുതൽ 25,000 രൂപ വരെ പലിശരഹിത വായ്പകളും നൽകി വരുന്നു. ഈ വർഷം 1 ലക്ഷം രൂപയോളം വിദ്യാർത്ഥികൾക്കായി സെസ് എന്ന പദ്ധതി വിതരണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ വർഷവും SSLC, +2 ഉന്നത വിജയം കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥികൾക്കായി മൊമെന്റോയും ക്യാഷ് അവാർഡും മറ്റ് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി വരുന്നു. ഈ വർഷം 5 വിദ്യാർത്ഥികളാണ് അതിന് അർഹരായിട്ടുള്ളത് എന്നത് ചാരിതാർത്ഥ്യത്തോടെ പറയാൻ സാധിക്കുന്നുണ്ട്. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അമ്മമാരെ ചേർത്ത് ആശ്രയ എന്ന സ്വാശ്രയ സംഘം രൂപീകരിക്കപ്പെട്ടു എന്നുള്ളത് കോഴിക്കോട് മേഖല പുലിക്കയം യൂണിറ്റിന്റെ വ്യത്യസ്തതയാണ്. സജന, നമ്മുടെ ആശ്രയ സംഘം തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷമായില്ലേ? തീർച്ചയായിട്ടും 2 വർഷം. നമ്മുടെ ഒരു ലഹരിയാണ് നമ്മുടെ. അതെ 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 അതെ. ഭിന്നശേഷിക്കാരുടെ അമ്മമാർക്ക് വേണ്ടി രൂപീകരിച്ച പുലിക്കയം യൂണിറ്റ് രൂപീകരിച്ച സംഘമാണ്. പിന്നെ നമ്മളെ അവർ ഒരുപാട് ചേർത്ത് പിടിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ആവശ്യങ്ങൾക്കും എല്ലാം അവർ സാമ്പത്തികമായ സഹായങ്ങൾ, പിന്നെ നമ്മുടെ മാനസിക ഉല്ലാസത്തിനായി ടൂറ് കാര്യങ്ങളൊക്കെ. നമ്മുടെ ടൂർ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത്രയ്ക്കും സന്തോഷമായിരുന്നു ആ ഒരു ടൂറിൽ നമ്മൾ പോയത്. നമ്മളെ അവിടെ നിന്ന് കാപ്പാട് ബീച്ചിലായിരുന്നു കൊണ്ടുപോയത്. വളരെ സന്തോഷത്തോടുകൂടി നമ്മൾ പങ്കെടുത്തതായിരുന്നു. എല്ലാവരെക്കാൾ കൂടുതൽ സന്തോഷം അനുഭവിച്ച് അന്ന് ടൂർ പോയത് നമ്മൾ തന്നെയായിരുന്നു. നമ്മള് ഒരു ദിവസം മക്കളെ മാറ്റി നിർത്തി ആദ്യമായിട്ടാണ് നമ്മള്. അതെ, മക്കളില്ലാതെ ഞങ്ങൾക്ക് എങ്ങോട്ടും പോകാൻ കഴിയാത്തൊരവസ്ഥയിലുള്ള ഞങ്ങൾ അവരെ അന്ന് ചേർത്ത് പിടിച്ച് മക്കളെയൊക്കെ നോക്കാൻ ഞങ്ങൾ ആളാക്കി ഒക്കെ സന്തോഷത്തോടു കൂടി രാവിലെ പോയിട്ട് വൈകിട്ട് ഞങ്ങൾ തിരിച്ചെത്തിയത്. അതേപോലെ വനിതാ ദിനത്തിന്റെ അന്ന് ഇന്ന് വരെ ഞങ്ങൾക്ക് ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല. അത് നമ്മളെല്ലാവരെയും പൊന്നാട അണിയിച്ചിട്ടില്ല, അംഗീകരിച്ചു. അപ്പൊ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അതേപോലെ ഈ ഒരു സംഘത്തിന്റെ യൂണിറ്റിന്റെ ഭാരവാഹികൾ എടുത്തു പറയത്തക്ക ലിജി, അച്ഛന്, എല്ലാരെയും തന്നെ ആരെയും മാറ്റി നിർത്തുന്നില്ല. എല്ലാവരും ഒരുപാട് സന്തോഷത്തോടു കൂടി ഞങ്ങളെ സ്വീകരിക്കുന്നതാണ്. ഞങ്ങളെ സംഘത്തിന് ഞങ്ങളുടെ കോർഡിനേറ്റർ ലിജി വരുന്നുണ്ട്. ലിജിക്ക് ഒരുപാട് സന്തോഷം. ലിജിയെ, ഞങ്ങളുടെ സ്വകാര്യ സ്വത്താണ് ഞങ്ങളുടെ ലിജി. ഞങ്ങളുടെ ഒരുപാട് സന്തോഷമാണ്. ഇപ്പോൾ ഏത് കാര്യത്തിൽ ഞങ്ങൾ ആ പൊക്കി പറയും, എടുത്തു പറയുന്നത്. ഈ പുഞ്ചിരിക്കുന്ന ഭാവം തന്നെയാണ് സ്വഭാവത്തിലും എല്ലാം തന്നെ. ഞങ്ങളുടെ ലിജിയാണ് എല്ലാം. അതെ, ഞങ്ങൾക്ക് എപ്പോഴും ഒരു പരിഗണന, മുന്തിയ പരിഗണന തരുന്നതാണ്. ആശാകിരണം. ആധുനിക ലോകത്തിൽ അതിപ്രസരമായിക്കൊണ്ടിരിക്കുന്ന ക്യാൻസർ പോലുള്ള മഹാരോഗങ്ങൾക്ക് ചികിത്സാ സഹായം ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ രൂപീകരിക്കപ്പെട്ട പദ്ധതിയാണ് ആശാകിരണം. ഈ വർഷം 25ഓളം കുടുംബങ്ങൾക്ക് 1 ലക്ഷത്തിൽ പരം രൂപ ധനസഹായം നൽകാൻ സാധിച്ചു. കൂടാതെ ക്യാൻസർ ഡേയുടെ ഭാഗമായി കോഴിക്കോട് മേഖല ശ്രേയസിന്റെ നേതൃത്വത്തിൽ ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് നടത്തുകയുണ്ടായി. ചാവറ ഹോസ്പിറ്റലിലെ RMO ഡോക്ടർ സിറിൽ ജെയിംസ് ക്യാൻസർ രോഗങ്ങൾ ഉണ്ടാകുന്നതിന്റെ വിവിധ കാരണങ്ങളും പ്രതിരോധ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് വീഡിയോയുടെ സഹായത്തോടെ ക്ലാസ് എടുത്തു. ഈ പരിപാടിയിൽ പുലിക്കയം യൂണിറ്റാണ് ആതിഥേയത്വം വഹിച്ചത്. അതുപോലെ തന്നെ വിവിധ രോഗങ്ങളാൽ വലയുന്ന നിർധനരായ രോഗികൾക്ക് ധനസഹായം നൽകുന്നതിനും അവരുടെ കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്യുന്നതിനും യൂണിറ്റിന് സാധിച്ചിട്ടുണ്ട്. കൂടാതെ മഴക്കാല രോഗങ്ങൾ, പകർച്ചവ്യാധികൾ എന്നിവ പ്രതിരോധിക്കേണ്ട മാർഗങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ നൽകുന്നതിനും ആശാകിരണം എന്ന ആവാസ പദ്ധതിക്ക് സാധിച്ചു. വിനോദയാത്രകൾ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഓർമ്മകൾ കെട്ടിപ്പടുക്കുവാനും വിശ്രമവേളകൾ കണ്ടെത്താനും മാനസിക ഉല്ലാസത്തെ മാടി വിളിക്കുന്നതിനും ഉപകരിക്കുന്നവയാണ് വിനോദയാത്രകൾ. 2024 സെപ്റ്റംബർ 26, 2025 ജനുവരി 17 എന്നീ ദിവസങ്ങളിൽ പുലിക്കയം യൂണിറ്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ അകലാപ്പുഴ ബോട്ട് യാത്രയും കാപ്പാട് ബീച്ച് സന്ദർശനവും നടത്തി. കമ്മിറ്റി അംഗങ്ങളും ഏകസ്ഥരായ അമ്മമാരും വിവിധ സംഘാംഗങ്ങളും ചേർന്നുള്ള യാത്രയായിരുന്നു ഇത്.
ജനുവരി മാസം 26-ാം തീയതി കൊടൈക്കനാൽ, മറയൂർ എന്നിവിടങ്ങളിലേക്കും ഫെബ്രുവരി 9-ാം തീയതി ഹൈദരാബാദ്, ഫിലിം സിറ്റി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും വിനോദയാത്ര സംഘടിപ്പിച്ചു. സന്തോഷപ്രദമായ അനുഭവങ്ങൾ നിറഞ്ഞു നിന്ന യാത്രകളായിരുന്നു ഇത്. മനസ്സിന് ഉന്മേഷവും ഉണർവും പകരുന്ന ഇത്തരം യാത്രകൾ എല്ലാവരുടെയും ഓർമ്മച്ചെപ്പിൽ സൂക്ഷിക്കാൻ പര്യാപ്തമാണ്. ശ്രേയസ് കോഴിക്കോട് മേഖല നാരങ്ങാത്തോട് യൂണിറ്റിൽ വെച്ച് നടത്തിയ നേതൃത്വ പഠന ശിബിരം 2K25-ൽ വിവിധ യൂണിറ്റുകളിൽ നിന്നായി 127 പേർ പങ്കെടുത്തു. നേതൃത്വ പഠന ശിബിരം 2K25 ശ്രേയസ് കോഴിക്കോട് മേഖല നാരങ്ങാത്തോട് യൂണിറ്റിൽ വെച്ച് നടത്തിയ നേതൃത്വ പഠന ശിബിരത്തിൽ വിവിധ യൂണിറ്റുകളിൽ നിന്നും 127 പേർ പങ്കെടുത്തു. പുലിക്കയം യൂണിറ്റിൽ നിന്നും 20 പേർ പങ്കെടുത്തു. ബഹുമാനപ്പെട്ട ഫാദർ വർഗീസ് കണിയാമ്പറമ്പിലാണ് നേതൃത്വ പരിശീലന ക്ലാസ് നയിച്ചത്. അന്നേ ദിവസം മേഖലാ കരോൾഗാന മത്സരവും നടത്തുകയുണ്ടായി. കരോൾഗാന മത്സരത്തിൽ 1-ാം സ്ഥാനം കൂടരഞ്ഞി യൂണിറ്റും 2-ാം സ്ഥാനം ആനക്കാംപൊയിൽ യൂണിറ്റും 3-ാം സ്ഥാനം പുലിക്കയം യൂണിറ്റും പങ്കിട്ടു. സമ്മാനാർഹരായ യൂണിറ്റുകൾക്ക് ക്യാഷ് അവാർഡ് നൽകി. കൂടാതെ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾക്കും സിഒമാർക്കും യൂണിറ്റ് ഡയറക്ടർ ക്രിസ്മസ് സമ്മാനം നൽകി സന്തോഷം പങ്കുവച്ചു. ഇടയനോടൊപ്പം 2024 ജൂൺ 22-ാം തീയതി ഈങ്ങാപ്പുഴ വൈദിക ജില്ലയുടെ ആഭിമുഖ്യത്തിൽ ഈങ്ങാപ്പുഴ ബെസേലിയോസ് ഇംഗ്ലീഷ് മീഡിയം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ ഇടയനോടൊപ്പം പരിപാടിയിൽ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുക്കുകയും അഭിവന്യ പിതാവിനെ ആദരിക്കുകയും ചെയ്തു. അന്നേ ദിവസം എല്ലാവർക്കും ഭവനം എന്ന പദ്ധതിയിലേക്കുള്ള സാമ്പത്തിക സഹായം പുലിക്കയം യൂണിറ്റ് അഭിവന്യ പിതാവിന് കൈമാറി. ഗാല 2K25 ബത്തേരി രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ ശ്രേയസിന്റെ കുടുംബ സംഗമവും വിവിധ മേഖലകളിൽ മികവ് പുലർത്തുന്നവരെ ആദരിക്കലും വിവിധ ജില്ലകളിലെ ജീവനക്കാരെ ഒരുമിച്ച് ചേർത്ത് ശ്രേയസ് ആസ്ഥാനത്ത് നടന്നു. കരുണയുടെ സംസ്കാരത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ശ്രേയസ് കുടുംബ സംഗമത്തിൽ മേഖലാ ഡയറക്ടർ, യൂണിറ്റ് പ്രവർത്തകർ, മേഖലാ കോർഡിനേറ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. ആദരാഞ്ജലികൾ. പുലിക്കയം യൂണിറ്റിലെ പ്രിയം സംഘത്തിലെ റൂബി രാജുവിന്റെ വേർപാടിലും ആശ്രയ സംഘത്തിലെ ആബേൽ ബാബുവിന്റെ വേർപാടിലും പുലിക്കയം യൂണിറ്റ് പ്രാർത്ഥനകളും ആദരാഞ്ജലികളും അർപ്പിച്ചു. സംരംഭങ്ങൾ, വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവുകൾ, വിദ്യാഭ്യാസ ചെലവുകൾ, വിലക്കയറ്റം തുടങ്ങിയ ആധുനിക ലോകത്തിന്റെ ഗതിവിഗതികൾ നേരിടേണ്ട സാഹചര്യങ്ങളിൽ പുതിയ മേഖലകൾ തിരഞ്ഞെടുക്കുവാനും പുതിയ സംരംഭങ്ങൾ രൂപപ്പെടുത്തുന്നതിനും മനുഷ്യൻ നിർബന്ധിതരാകുന്നു. ഇങ്ങനെ രൂപപ്പെട്ടിട്ടുള്ള വ്യത്യസ്തമായ സംരംഭങ്ങൾക്ക് ശ്രേയസ് യൂണിറ്റിൽ നിന്നും സാമ്പത്തിക സഹായം നൽകുന്നു. നിലവിൽ 50ഓളം സംരംഭങ്ങളാണ് യൂണിറ്റിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്നത്. പലചരക്ക് കടകൾ, ഹോട്ടലുകൾ, തയ്യൽ കടകൾ, സ്റ്റേഷനറികൾ, ബേക്കറികൾ, പശുപരിപാലനം, ഹാർഡ്വെയർസ്, പെട്ടിക്കടകൾ, കോഴി ഫാമുകൾ, ആട്, മുയൽ, കോഴി വളർത്തൽ, ഓട്ടോറിക്ഷ, ഡിറ്റർജന്റ് നിർമ്മാണം, കാറ്ററിംഗ് സർവീസുകൾ, ജൈവ കൃഷി തുടങ്ങിയവയെല്ലാം ലാഭകരമായ രീതിയിൽ മുൻപോട്ട് പോകുന്നു. കൂടാതെ ഭവന നിർമ്മാണത്തിനും വിദേശത്ത് ഉപരിപഠനം നടത്തുന്നതിനും യൂണിറ്റിൽ നിന്നും സാമ്പത്തിക സഹായം നൽകി വരുന്നു. സംരംഭങ്ങളുടെ നേർക്കാഴ്ചയിലേക്ക് പോകാം. ക്ഷീര കർഷകനായ യൂസിമോൻ നമ്മോട് സംസാരിക്കുന്നു. ഞാൻ 20 വർഷമായിട്ട് ഒരു ക്ഷീര കർഷകനാണ്. എനിക്ക് നിലവിൽ 5 പശുക്കളുണ്ട്. ഞാൻ ദിവസം 60 ലിറ്റർ പാല് അളക്കുന്നുണ്ട്. ശ്രേയസിൽ നിന്ന് എനിക്ക് സാമ്പത്തിക സഹായം ലഭിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ലാഭകരമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. എനിക്കിതിനുള്ള സാമ്പത്തിക സഹായം തന്നത് ശ്രേയസിൽ നിന്നാണ്. ശ്രേയസിനോട് അതുകൊണ്ട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ശ്രേയസിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ കാണുന്ന പലചരക്ക് കട, ജേക്കബ് പൂരക്കുന്നതിൻ്റെ തുന്നൽക്കട, പിന്നെ സുരാജ് തെക്കടത്തിൻ്റെ ഹാർഡ്വെയർസ്, തങ്കമ്മ ചേച്ചിയുടെ ഹോട്ടൽ, ഇതെല്ലാം നമ്മുടെ ശ്രേയസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംരംഭങ്ങളാണ്. പ്രത്യേകിച്ച് ശ്രേയസിനോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു. വാർഷികാഘോഷവും കുടുംബ സംഗമവും. കുടുംബ ബന്ധങ്ങൾ അനുദിനം ശിഥിലമാകുന്ന ഈ കാലഘട്ടത്തിൽ കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ ശ്രേയസ് ബദ്ധശ്രദ്ധരാണ്. ജൂൺ 23-ാം തീയതി നവജീവൻ, കൈരളി, ഒയാസിസ്, പ്രിയം, അനുഗ്രഹ എന്നീ സംഘങ്ങൾ ഒരുമിച്ച് ചേർന്ന് യൂണിറ്റിൽ വച്ച് വാർഷികാഘോഷവും കുടുംബ സംഗമവും നടത്തി. തദവസരത്തിൽ അയൽക്കൂട്ടങ്ങൾ തങ്ങളുടെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുകയും സംഘങ്ങൾ ഒത്തൊരുമിച്ച് നല്ലൊരു കലാസന്ധ്യ ഒരുക്കുകയും ചെയ്തു. അതുപോലെ വിജയ, സ്നേഹഗിരി, തീർത്ഥം, ഫിനിക്സ് സംഘങ്ങളും വിവിധ പരിപാടികളോടെ വാർഷികാഘോഷം നടത്തി. മലങ്കര കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മോർ ബെസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ തിരുമേനി കോഴിക്കോട് മേഖല സാമൂഹ്യ സേവന വിഭാഗമായ ശ്രേയസ് സന്ദർശിക്കുകയും SSLC +2 A+ നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡ് നൽകുകയും ആശംസകളും അനുമോദനങ്ങളും നേരുകയും ചെയ്തു.
കരുണയുള്ളവരും മനുഷ്യത്വമുള്ളവരുമായി ജീവിക്കുക എന്ന സന്ദേശം കാതോലിക്ക ബാവ ഏവർക്കുമായി പങ്കുവച്ചു. ഓരോ വ്യക്തിയും വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉയർച്ച കൈവരിക്കുന്നതോടൊപ്പം തന്നെ മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറത്ത് നല്ല മനുഷ്യനായി കാണുവാൻ സാധിക്കണമെന്നും ബാവ തിരുമേനി ഉദ്ബോധിപ്പിച്ചു. ശ്രേയസ് കോഴിക്കോട് മേഖലാ ഡയറക്ടർ പെരിയ ബഹുമാനപ്പെട്ട ഫാദർ തോമസ് മണ്ണിത്തോട്ടം യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. ദിനാചരണങ്ങൾ. ഓരോ ദിനാചരണവും പുലിക്കേം യൂണിറ്റ് വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു വരുന്നു. നേഴ്സസ് ഡേ. ആതുര സേവന രംഗത്ത് അർപ്പണ മനോഭാവത്തോടെ ആരോഗ്യ പരിരക്ഷയിൽ നിസ്സീമമായ സേവനങ്ങൾ കാഴ്ചവെക്കുന്ന നേഴ്സസിനോടുള്ള ആദരവും അംഗീകാരവും അറിയിക്കുന്നതിന്റെ ഭാഗമായി നെല്ലിപ്പൊയിൽ വിമല ഹോസ്പിറ്റലിൽ വെച്ച് 2 നേഴ്സുമാരെ യൂണിറ്റ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. ഏകസ്ഥരായ അമ്മമാരെ ചേർത്ത് നിർത്തുന്നതിൽ ശ്രേയസ് പുലിക്കേം യൂണിറ്റ് എന്നും പ്രതിജ്ഞാബദ്ധരാണ്. മെയ് 18-ാം തീയതി ഏകസ്ഥരായ അമ്മമാരുടെ സംഗമം നടത്തുകയും തങ്കമ്മ മൂശേടത്തിന്റെ ജന്മദിനം ആഘോഷിക്കുകയും സമ്മാനം നൽകുകയും ചെയ്തു. അതുപോലെ ഏകസ്ഥരായ അമ്മമാരെ ഒരുമിച്ച് ചേർത്ത് വിനോദയാത്ര നടത്തുകയും ചെയ്തു. പരിസ്ഥിതി ദിനാഘോഷം. പുനഃസംഘടിപ്പിക്കുക, പുനർനിർമ്മിക്കുക, പുനഃസ്ഥാപിക്കുക എന്നതാണല്ലോ ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിന സന്ദേശം. പരിസ്ഥിതി ദിനാഘോഷത്തോടനുബന്ധിച്ച് കോടഞ്ചേരി പഞ്ചായത്തും ശ്രേയസ് കോഴിക്കോട് മേഖലയും ഓട്ടോ തൊഴിലാളികളും വ്യാപാരി വ്യവസായികളും സംയുക്തമായി മേഖലാ ഡയറക്ടറുടെ നേതൃത്വത്തിൽ കോടഞ്ചേരി ടൗൺ സൗന്ദര്യവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ ചെടിച്ചട്ടികളിൽ ചെടികൾ നട്ട് കച്ചവട സ്ഥാപനങ്ങൾക്ക് മുൻപിൽ വയ്ക്കുകയും കടകൾക്ക് മുൻപിൽ വേസ്റ്റ് ബിൻ സ്ഥാപിക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യ ദിനാഘോഷം. 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് പുലിക്കേം യൂണിറ്റ് സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക ദേവാലയ അങ്കണത്തിൽ ഡയറക്ടർ ബഹുമാനപ്പെട്ട തോമസ് മണ്ണിത്തോട്ടത്തിൽ അച്ഛന്റെ അധ്യക്ഷതയിൽ ഇന്ത്യൻ എയർഫോഴ്സിലെ വിംഗ് കമാൻഡർ ബഹുമാനപ്പെട്ട ബിജു എം ജോസഫ് പതാക ഉയർത്തി. ഓണാഘോഷം. ഒരു നാടിനെ മുഴുവനായി അപഹരിച്ചെടുത്ത ചൂരൽമല വിലങ്ങാട് പ്രകൃതി ദുരന്തങ്ങളുടെ തീരാവേദനയിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ജനമനസ്സുകളിൽ 2024 വർഷത്തെ ഓണം ഭൂതകാലത്തിന്റെ നല്ല ഓർമ്മകൾ മാത്രമായിരുന്നു. യൂണിറ്റ് തലത്തിലെ ഓണാഘോഷങ്ങൾക്കായി ഉപയോഗിക്കേണ്ട മുഴുവൻ തുകയും സമാഹരിച്ച് ചൂരൽമല വിലങ്ങാട് ഭവന നിർമ്മാണ ഫണ്ടിലേക്ക് സംഭാവന നൽകിക്കൊണ്ട് ശ്രേയസ് മാതൃകയായി. കർഷക ദിനം. മണ്ണിൽ പണിയെടുത്ത് പൊന്നു വിളയിക്കുന്ന കർഷകരെ ആദരിക്കുന്നതിനായി ചിങ്ങം 1 ശ്രേയസ് അംഗങ്ങൾ യൂണിറ്റിൽ ഒത്തുകൂടി. ഈ യോഗത്തിൽ വെച്ച് കോടഞ്ചേരി പഞ്ചായത്തിലെ മികച്ച കർഷകനായ ശ്രീ ഷാജി തിരുമല, ശ്രീ ചാക്കോ ഓരത്ത്, ശ്രീ ബെന്നി പല്ലാട്ട് എന്നിവരെയും ക്ഷീര കർഷകരായ യൂസിമോൻ, ആനി പത്രോസ്, പുഷ്പ കാരിക്കുഴി, ക്രിസ്റ്റീന ഷെല്ലി എന്നിവരെയും ആദരിച്ചു. പ്രസ്തുത പരിപാടിയിൽ വിജയ സംഘാംഗവും ലിസ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറും ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD കരസ്ഥമാക്കുകയും ചെയ്ത ഡോക്ടർ ഷൈജു എലിയാസിനെ കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റും യൂണിറ്റ് ഡയറക്ടറും ചേർന്ന് ആദരിച്ചു. തൂലിക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ പ്രബന്ധ മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. ഗാന്ധി ജയന്തി. നിങ്ങൾ മനുഷ്യരാകുന്നത് കൊണ്ട് വലിയവനാകുന്നില്ല, മനുഷ്യത്വം ഉള്ളവനാകുമ്പോഴാണ് വലിയവനാകുന്നത് എന്ന രാഷ്ട്രപിതാവിന്റെ സത്വചനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഗാന്ധി ജയന്തിയുടെ ഭാഗമായി കോടഞ്ചേരി ടൗണിൽ സ്ഥാപിച്ച ചെടിച്ചട്ടികളുടെ പുനർക്രമീകരണം നടത്തി. ക്ലീൻ ഗ്രീൻ കോടഞ്ചേരി എന്ന ആപ്തവാക്യത്തോടെ കോടഞ്ചേരി ടൗണും പരിസര പ്രദേശവും വൃത്തിയാക്കുകയും ചെയ്തു. വയോജന ദിനം. കാലം മുന്നോട്ട് നീങ്ങിയെങ്കിലും സൗഹൃദം നിധി പോലെ സൂക്ഷിച്ച വയോധികർ സ്നേഹക്കൂട്ടമായി ഒക്ടോബർ 26-ന് പുലിക്കേം യൂണിറ്റിൽ സംഗമം നടത്തി. ആധുനിക ലോകത്തിന്റെ നന്മകൾ തിരിച്ചറിഞ്ഞ് എപ്പോഴും മനസ്സിനെയും ശരീരത്തെയും ഊർജ്ജസ്വലമാക്കി വയ്ക്കാനുള്ള ഓർമ്മപ്പെടുത്തലുകളുമായി ഡയറക്ടർ അച്ഛൻ വയോധികർക്ക് ക്ലാസ് എടുക്കുകയും സംഗമത്തിൽ എത്തിച്ചേർന്ന എല്ലാ വയോജനങ്ങളെയും ആദരിക്കുകയും ചെയ്തു. ശിശുദിനം. കുഞ്ഞുങ്ങളെയും റോസാപ്പൂക്കളെയും ഒരുപോലെ സ്നേഹിച്ച ചാച്ചാജിയുടെ ജന്മദിനം പുലിക്കേം യൂണിറ്റ് വലിയ കൊല്ലി അംഗൻവാടിയിൽ വെച്ച് ശിശുക്കളോടൊപ്പം വർണ്ണശബളമായ റാലിയോട് കൂടി ആഘോഷിച്ചു. ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ക്രിസ്മസ് ആഘോഷവും കരോൾഗാന മത്സരവും. ശാന്തിയുടെയും സമാധാനത്തിന്റെയും പ്രതീകമായ ഉണ്ണിയേശുവിന്റെ ജനനമായ ക്രിസ്മസ് ഡിസംബർ 21-ാം തീയതി യൂണിറ്റിൽ വെച്ച് ആഘോഷിച്ചു.
2000 വർഷങ്ങൾക്ക് മുമ്പ് ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ സമാധാനത്തിന്റെ രാജാവായ യേശുവിന്റെ തിരുപ്പിറവി ദൃശ്യാവിഷ്കാരമായി അവതരിപ്പിച്ചുകൊണ്ട് ഏവർക്കും ക്രിസ്മസ് സന്ദേശം നൽകി. കൂടാതെ 21 സംഘങ്ങളുടെ വാശിയേറിയ കരോൾ ഗാന മത്സരവും നടത്തി. കരോൾ ഗാന മത്സരത്തിൽ 1, 2, 3, 4 സ്ഥാനങ്ങൾ യഥാക്രമം ജ്യോതി, വിജയ, വിസ്മയ, അനശ്വര സംഘങ്ങൾ കരസ്ഥമാക്കി. വിജയികളായ സംഘങ്ങൾക്ക് ക്യാഷ് അവാർഡ് നൽകി. റിപ്പബ്ലിക് ദിനാഘോഷം ജനുവരി 26 യൂണിറ്റിൽ വെച്ച് നടത്തിയ റിപ്പബ്ലിക് ദിനാചരണത്തിൽ യൂണിറ്റ് ഡയറക്ടർ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുകയും മേഖലാ കോർഡിനേറ്ററുടെയും കമ്മിറ്റി അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ വിജയ സ്വാശ്രയ സംഘം വിമുക്ത ഭടനായ ശ്രീ OM തോമസിനെ ആദരിക്കുകയും ചെയ്തു. കൂടാതെ അനശ്വര, നിശാഗന്ധി സംഘങ്ങൾ അന്നേ ദിവസം കണ്ണോത്തുള്ള അഗതി മന്ദിരം സന്ദർശിച്ചു. വനിതാ ദിനം അന്താരാഷ്ട്ര വനിതാ ദിനം സ്ത്രീത്വത്തിന്റെ മഹത്തായ ആഘോഷമാണ്. സ്ത്രീകളുടെ ചിന്തകളെയും ആത്മവിശ്വാസത്തെയും ഉയർത്തുന്ന ദിനാഘോഷമായ മാർച്ച് 8 വനിതാ ദിനം പുലിക്കയം യൂണിറ്റിൽ ആചരിച്ചു. കുട്ടികളിലെ ലഹരി ഉപയോഗവും മൊബൈൽ ഫോണിന്റെ അമിതമായ സ്വാധീനവും എന്ന വിഷയത്തെക്കുറിച്ച് കൗൺസിലറായ സിസ്റ്റർ മെൽവിൻ SABS ക്ലാസ് എടുക്കുകയും തുറന്ന ചർച്ച നടത്തുകയും ചെയ്തു. ഈ ക്ലാസ്സിൽ 37 സംഘങ്ങളിൽ നിന്നായി 100ഓളം വനിതകൾ പങ്കെടുത്തു. ശ്രേയസ് പുലിക്കയം യൂണിറ്റിന്റെ 2024-25 വർഷത്തെ വാർഷിക റിപ്പോർട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ ഏറ്റവും കൂടുതൽ വർഷം ശ്രേയസിലെ അംഗമായിരുന്ന ശ്രേയസിന്റെ പ്രവർത്തനങ്ങളിൽ ഉൾച്ചേർന്ന ശ്രേയസിനെ ആഴത്തിലറിഞ്ഞ LC കുന്നുംപുറത്ത് തന്റെ അനുഭവം പങ്കുവയ്ക്കുന്നു. 43 വർഷം മുമ്പാണ് ബത്തേരി രൂപതയുടെ ശ്രേയസിനെ പറ്റി എൻ്റെ അമ്മ മുഖേന എനിക്ക് അറിയാൻ സാധിച്ചത്. അതിനുശേഷം മാനന്തവാടി മേഖലയിലെ കോറവ് യൂണിറ്റിൽ 1995 മുതൽ ഞാൻ എൻ്റെ ശ്രേയസ് പ്രവർത്തനം ആരംഭിച്ചു. പിന്നീട് ചിപ്പിരിത്തോട് യൂണിറ്റിലും പ്രവർത്തിച്ചു. ഇപ്പോൾ പുലിക്കയം വൈസ് പ്രസിഡന്റായി തുടരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും നേതൃത്വ പാഠം ഉയർത്തിക്കൊണ്ടുവരുവാനും ഒരു കൂട്ടായ്മയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനും എനിക്ക് അവസരം ലഭിച്ചത് ശ്രേയസ് മുഖേനയാണ്. എൻ്റെ മക്കളും ഭർത്താവും മരുമക്കളും കൊച്ചുമോളും ശ്രേയസിനോടൊപ്പമുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ശ്രേയസിനെ കാണുന്നതും കേൾക്കുന്നതും. ഇതുപോലെ തന്നെയാണ് ഓരോ അമ്മമാരും. ശ്രേയസിനെന്നും ഞങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടായിരുന്നു. 2024-25 വർഷം വളരെയധികം സങ്കടകരമായ പ്രകൃതി ദുരന്തങ്ങളുടെ പേക്കിനാവുകൾ സമ്മാനിച്ച് കടന്നുപോയെങ്കിലും അപ്രതീക്ഷിതമായി എത്തിയ ദുരിതങ്ങളെയും വേദനകളെയും മനസ്സിൽ ഒളിപ്പിച്ച് അതിജീവനത്തിന്റെ ആർജവത്തോടുകൂടി പുലിക്കയം യൂണിറ്റ് മുന്നേറുകയായിരുന്നു. അയൽക്കൂട്ട രൂപീകരണത്തിലും ഇതര ക്ഷേമ പ്രവർത്തനങ്ങളിലും ഫണ്ട് സമാഹരണത്തിലും എല്ലാ കാലത്തെയും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ പുലിക്കയം യൂണിറ്റിന് സാധിച്ചിട്ടുണ്ട്. യൂണിറ്റ് പ്രവർത്തനങ്ങളെ വികസനത്തിന്റെ പടവുകളിലേക്ക് കൈപിടിച്ച് നടത്തുമ്പോൾ എല്ലാറ്റിനെയും നന്മയുടെ പാതയിലേക്ക് നയിക്കുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. അതുപോലെ ശ്രേയസ് സാമൂഹ്യ സേവന വിഭാഗത്തിന്റെ രക്ഷാധികാരിയായിരിക്കുന്ന അഭിവന്ദ്യ തോമസ് പിതാവിനും രൂപത എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബഹുമാനപ്പെട്ട ഡേവിഡ് അച്ഛനും മേഖലയുടെയും യൂണിറ്റിന്റെയും മികവാർന്ന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഡയറക്ടർ ബഹുമാനപ്പെട്ട തോമസ് മണ്ണിത്തോട്ടത്തിൽ അച്ഛനും നന്ദിയുടെ നറുമലരുകൾ അർപ്പിക്കുന്നു. പുലിക്കയം യൂണിറ്റിന്റെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് എന്നും പിന്തുണയും പ്രോത്സാഹനവുമായി നിൽക്കുന്ന കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അലക്സ് തോമസ് ചെമ്പകശ്ശേരിക്കും വാർഡ് മെമ്പർമാരായ ശ്രീ വാസുദേവൻ മാസ്റ്റർക്കും ശ്രീ ചാൾസ് തയ്യിൽ, ശ്രീമതി റോസമ്മ കൈത്തങ്കര, ശ്രീമതി സൂസമ്മ വർഗീസ്, ശ്രീമതി ലിസി ചാക്കോച്ചൻ എന്നിവർക്കും നന്ദി അർപ്പിക്കുന്നു. പുലിക്കയം യൂണിറ്റിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നൂതനമായ ആശയങ്ങൾ തന്ന് ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളെ സഹായിക്കുന്ന മേഖലാ കോർഡിനേറ്റർ ശ്രീമതി ലിസി റെജിക്കും എന്റെ എല്ലാ സഹപ്രവർത്തകർക്കും യൂണിറ്റിന്റെ കരുത്തായി കർമ്മനിരതരായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾക്കും എല്ലാ നല്ലവരായ ശ്രേയസ് സ്വാശ്രയ സംഘങ്ങൾക്കും സ്നേഹോജ്വലമായ നന്ദി അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.